നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. ചിത്തിരക്കായലിന് ശാപമോക്ഷം. കുട്ടനാട്ടിലെ കാർഷിക വികസനത്തിന് തുടക്കമിടുന്നതാണ് ചിത്തിരക്കായലിലെ കൃഷി ഇറക്കലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. ഇനി ഒരു ജീവനും റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തി അപകടങ്ങളിൽ ഇരയായവരുടെ ഓർമ്മ ദിനാചരണം നടന്നു. ഇനി ശരണം വിളിയുടെ നാളുകൾ. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട ഞായറാഴ്ച തുറന്നു. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിലെ കാർഷിക പുനരുജ്ജീവനത്തിനും വികസനത്തിനും തുടക്കമിടുന്നതാണ് ചിത്തിരക്കായലിലെ കൃഷിയിറക്കലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. പാടശേഖരത്തെ കൃഷി ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയിലേക്ക് കടന്നുവരാൻ ഒരുങ്ങുന്ന യുവതലമുറയ്ക്ക് ചിത്തിരക്കായലിലെ കൃഷി ഇറക്കൽ പ്രചോദനമാകുമെന്നും PJ കുര്യൻ പറഞ്ഞു. ഒരു കാർഷിക സംസ്ഥാനമാണ്. അതിന് സാമ്പത്തിക കാരണങ്ങൾക്ക് അതീതമായി നമ്മുടെ ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്നെ നാം കൃഷി ചെയ്യുക, നമുക്ക് ആവശ്യമായതെങ്കിലും കൃഷി ചെയ്യണം എന്ന ചിന്താഗതി വളർന്നു വന്നിരിക്കുകയാണ്. നെൽകൃഷിയെ നമ്മുടെ ഗവൺമെന്റ് കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ സമയത്താണ് കുട്ടനാട്ടിലെ റാണിക്കായലും ചിത്തിരക്കായലും മാത്താണ്ടവുമെല്ലാം കൃഷിയില്ലാതെ നടക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഈ മണൽത്തിട്ടകൾ ഉണ്ടാക്കി, ഈ ബണ്ടുകൾ ഉണ്ടാക്കി, വെള്ളം വറ്റിച്ച് ആയിരക്കണക്കിന് ഏക്കർ അന്ന് കൃഷി ചെയ്ത മുരിക്കൻ വാസ്തവത്തിൽ ഒരു വിഷണറിയായി. കുട്ടനാട് MLA തോമസ് ചാണ്ടി അധ്യക്ഷനായി. കൊടിക്കുന്നിൽ സുരേഷ് MP, ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ എന്നിവർ സംസാരിച്ചു. KCV ന്യൂസ്, ആലപ്പുഴ. കുട്ടനാട് ജോയിന്റ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ റോഡ് അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ലോകവ്യാപകമായി നവംബർ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച റോഡ് അപകടങ്ങളിൽ ഇരയായവരുടെ ഓർമ്മ ദിനമായി ആചരിക്കുന്നതിന് ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന റോഡ് അപകടങ്ങളിൽ പൊലിഞ്ഞുപോയ ആൾക്കാരെ ഓർക്കുന്ന ഓർമ്മ ദിനം വൈകിട്ട് 4 മുതൽ 5 മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് കൊണ്ടാടുക എന്ന് പറയുമ്പോൾ ഇത്തരം ആൾക്കാരെ പലപ്പോഴും ഓർക്കാതെ പോവുകയോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ സമൂഹത്തിന് നല്ല ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവയുടെ ഉദ്ദേശം തന്നെ ഇത്തരം ആൾക്കാരെ ഓർക്കുക, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ നിരവധിയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കൾ, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ ഉറ്റവർ, ഉടയവർ, ഇവരെ ഒക്കെ സമാധാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട്, അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി എല്ലാവരും കൂടി ഒരേ മനസ്സോടുകൂടി അവരുടെ ഫോട്ടോയിലേക്ക് പുഷ്പം അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയത്. ഇത് ഉദ്ദേശലക്ഷ്യം മറ്റൊന്നുമല്ല. ഇനി വരുന്ന ആളുകളിൽ ഇത് ഒരു സന്ദേശമായി ജനങ്ങളിലേക്ക് എത്തുകയും വരും വർഷങ്ങളിൽ ഇത്തരം ചടങ്ങുകളുടെ പ്രസക്തി കുറയുക എന്ന തരത്തിലേക്ക് മാറുക എന്നതാണ് എല്ലാ പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായി ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. വരുന്ന വർഷം ഇത്തരം പരിപാടികൾ ഇന്ന് 3 ഫോട്ടോ വെച്ചെങ്കിൽ വരും വർഷങ്ങളിൽ അതിന്റെ ഫോട്ടോയുടെ എണ്ണം കുറയട്ടെ, ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാവട്ടെ. ജനങ്ങൾ ബോധവാന്മാരാവുന്നത് വഴി നല്ല ഒരു സംസ്കാരമുള്ള റോഡ് ഉപയോക്താക്കൾ ഈ സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ എന്നതാണ് ഈ എളിയ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്.
നവംബർ 4-ാം തീയതി അപകടമുണ്ടായ പള്ളിക്കുടുമ ജംഗ്ഷന് സമീപം നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചേക്കോടൻ, ജോയിന്റ് RTO ദിലു, വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, വാഹന ഡ്രൈവർമാർ, ഡ്രൈവിംഗ് സ്കൂൾ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ ഞങ്ങൾക്കുണ്ടായ അവസ്ഥ ഈ സമൂഹത്തിലെ ഒരു വ്യക്തിയും ഏറ്റുവാങ്ങാൻ ഇടവരരുത്. നാളെ ഞങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ പ്രയാസങ്ങൾ, സ്വാഭാവികമായും ഇവരൊക്കെ ഓരോ വീടിന്റെ അത്താണികളായി അല്ലെങ്കിൽ അരുമ മക്കളായി ജീവിച്ചിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും അവർ നൽകുന്നൊരു സന്ദേശം, അവർ എത്രയോ നിസ്സാരന്മാരോ എത്രയോ വലിയ ആളുകളെങ്കിലും ആട്ടെ, അവർ നൽകുന്നൊരു സന്ദേശം വളരെ വലുതാണ്. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഓർമ്മയായി നാളുകളിൽ കാത്തു സൂക്ഷിക്കാനും, വളരെ മുമ്പ് ദിലു സാർ സൂചിപ്പിച്ച മാതിരി നമുക്ക് മുമ്പിൽ അപകടം പതിയിരിപ്പുണ്ടെന്നുള്ള ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ നിസ്സാരമായ നമ്മുടെ അലസതകൾ നമ്മളിൽ വരുത്തുന്ന, ഡ്രൈവിംഗിൽ വരുത്തുന്ന അലസ ചിന്തകൾ നമ്മളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ളതാണ്. കഠിന വ്രതാനുഷ്ഠാനത്തിന്റെ തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. 41 നാൾ നീണ്ടുനിൽക്കുന്ന മണ്ഡലകാല ഉത്സവത്തിനാണ് ഇതോടെ തുടക്കമാവുന്നത്. ഇത് ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ പുണ്യസമാപ്തിയാണ്. അല്ല, ഇത് ഒരു ജന്മകാലത്തിന്റെ തന്നെ തീർത്ഥാടനമാണ്. ഡിസംബറിലെ കുളിരിന്റെ നനുത്ത കണികകളെ തൊട്ടുണർത്തി പുണ്യദർശനത്തിന്റെ ശരണമന്ത്രങ്ങൾ പൊന്നമ്പലവാസന്റെ പൂങ്കാവനത്തിൽ മുഖരിതമാകുമ്പോൾ വൃശ്ചിക പുലരികൾ ഓരോ മനുഷ്യജന്മത്തിനും നൽകുന്ന ഊർജം നാടെങ്ങും നിറയും. വൃശ്ചികവ്രതം എന്ന മണ്ഡലവ്രതം സനാതനധർമ്മത്തിന്റെ ആചാരമാണ്. ജ്ഞാനികൾക്ക് മാത്രം സാധ്യമായ സമഭാവനയും സമത്വഭാവനയും ജീവിതത്തിൽ പകർത്താനുള്ള യജ്ഞമാണ് വൃശ്ചികവ്രതം. സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്ന ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളാനും അതിലുള്ള ആചാരങ്ങൾ അനുവർത്തിക്കാനും ഉള്ള ശാസ്ത്രീയമായ ഒരു അനുഷ്ഠാനം കൂടിയാണിത്. സകല വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കുന്നതുകൊണ്ട് ഭക്തനും ഈശ്വരനും ഒന്നായി മാറുന്നു. അതുകൊണ്ടാണ് ശബരീശ ദർശനത്തിന് എത്തുന്ന ഓരോ ഭക്തനെയും അയ്യപ്പനെന്നും സ്വാമിയെന്നും വിളിക്കുന്നത്. പമ്പയിൽ മുങ്ങി 18 മലകളുടെ പുണ്യ പൂങ്കാവനം താണ്ടി പൊന്നു 18-ാം പടി കയറി ശബരീശ പാദങ്ങളിൽ ശരണാർത്ഥിയായി എത്തുന്നവർ ഈ ലോക ജീവിത ക്ലേശങ്ങളുടെ കാടും മലകളും കടന്ന് മനസ്സിന്റെ ക്ലേശങ്ങളെല്ലാം മണികണ്ഠന്റെ പാദങ്ങളിൽ നിറമിഴികളോടെ സമർപ്പിക്കുകയാണ് ഓരോ ഭക്തജനങ്ങളുടെയും ലക്ഷ്യം. പുണ്യപാപങ്ങളുടെ ഇരുമുടി കെട്ടേന്തി പൊന്നമ്പലവാസനോട് ഉള്ളു തുറക്കുമ്പോൾ ഭാരങ്ങളകന്ന് ഭക്തർ മാമലകൾക്കുമേലെ മകരസംക്രമ നീലാകാശത്തോളം പറന്നുയരും. വ്രതശുദ്ധിയുടെ നാളുകളിൽ കലികാല ദുരിതശമനായ ഈ ദേവനരികിലേക്കുള്ള ചൂടുകളായിരിക്കും ഓരോ ഭക്ത മനസ്സിലും. കാരണം ഭൂമി പ്രപഞ്ചനും ഭൂലോകനാഥനുമായ മണികണ്ഠ ദർശനത്തിലൂടെ ഓരോ ഭക്തനും ഭഗവാനായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് KCV. CPMന്റെയും കോൺഗ്രസിന്റെയും വഞ്ചന കൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളും ഉപേക്ഷിച്ച് BJPയിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ വരുന്നതെന്ന് BJP കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ്. കാവാലം ചേന്നങ്കരിയിൽ CPM കോൺഗ്രസ് പാർട്ടികളിൽ നിന്നായി BJPയിലേക്ക് എത്തിയ 100ഓളം പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമോ തരംഗം കേരളത്തിന്റെ പല ഭാഗത്തും ആഞ്ഞടിക്കുകയാണ്. കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പാർട്ടി ഗ്രാമം എന്ന് മുദ്ര കുത്തിയിരുന്ന പ്രദേശങ്ങളിലെല്ലാം BJP ശക്തമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ ശക്തി കേന്ദ്രമായി ഭാരതം മാറാൻ പോകുന്നു. ഈ കാഴ്ചപ്പാടിനുള്ളിൽ ഒരു കാര്യം സത്യമാണ്. സ്വച്ഛ ഭാരതം, ശുചിത്വ ഭാരതം എന്ന് നരേന്ദ്രമോദി പറഞ്ഞെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭാരതമായി അധിക കാലമില്ലാതെ ഈ രാജ്യം മാറാൻ പോവുകയാണ്. കോൺഗ്രസ് രാജ്യത്തില്ലാതാകാൻ പോവുകയാണ്. നരേന്ദ്രമോദിയും BJPയും 5 വർഷക്കാലം ഭാരതം ഭരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിലെ AKG സെന്റർ അടക്കം BJPയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇന്നത്തെ രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം. അതാണ് നരേന്ദ്രമോദി. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അതുപോലെ മൊബൈലിൽ നിത്യേന നിങ്ങൾ ഓരോ കാര്യങ്ങൾ, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ മൊബൈലിൽ അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മോഡി തരക, മോഡി എവിടെ പോയാലും അതെല്ലാം വാർത്തകളായി മാറുന്നു. യോഗത്തിൽ അനൂപ്, ശ്രീധരൻ, മുകേഷ്, G സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു. കാവാലം, നീലംപേരൂർ പഞ്ചായത്തുകളിൽ നിന്നായി CPM കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിലേക്കെത്തിയ 500 പേർക്ക് BJPയുടെ സംസ്ഥാന നേതാക്കൾ കൃഷ്ണപുരത്ത് സ്വീകരണം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി.
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. പൊങ്ങ തായിപ്പള്ളി തോടിൽ പോള തിങ്ങിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായിട്ടും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക്. കഴിഞ്ഞ 20 വർഷമായിട്ട് തോട്ടിലെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കടകലും പോളയും വള്ളിപ്പടർപ്പും കയറി തോട് നിറഞ്ഞതോടെ ഈ പ്രദേശം എലിയുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായിരിക്കുന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 1ഉം 2ഉം വാർഡുകളിൽ താമസിക്കുന്ന 500ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് പൊങ്ങ തായിപ്പള്ളി തോട്. ഈ വിധം മലിനമായി കിടക്കുന്ന തോട്ടിലെ ജലത്തിൽ തന്നെയാണ് നാട്ടുകാരുടെ കുളിയും കുടിയുമെല്ലാം. തോട്ടിലെ വെള്ളം ഉപയോഗിക്കുന്നത് മൂലം ക്യാൻസറും ത്വക്ക് രോഗങ്ങളും പൊങ്ങ പ്രദേശത്ത് പടർന്നു പിടിക്കുകയാണ്. നെടുമുടി പഞ്ചായത്ത് 2ാം വാർഡിൽ ഇതിനോടകം 6ഓളം പേർക്ക് ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊങ്ങ തായിപ്പള്ളിത്തോട് വൃത്തിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് പഞ്ചായത്തംഗം യശോദ പറഞ്ഞു. ഈ പോള ഇങ്ങനെ വാരാതായതിൽ പിന്നെ നമ്മുടെ കുട്ടനാടെന്ന് പറയുന്നത് സമുദ്രജലത്തിൽ നിന്നും 2 അടിയോളം താഴ്ന്ന പ്രദേശമാണ്. പക്ഷെ അങ്ങനെയുള്ള ആ പ്രദേശത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും നമ്മുടെ കുട്ടനാട് അതിൽ നിന്നെല്ലാം മോചിതരായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പോള വാരി തോട് ജലാശയങ്ങൾ വൃത്തിയാക്കും, അതിലൂടെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന കണക്ക് കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചാലും വലിയ അസുഖം. ഇപ്പം എല്ലാവർക്കും ചൊറിച്ചിലാണ്, ദേഹത്തൊക്കെ ചൊറിഞ്ഞ് തടിച്ചിട്ട് അവർ ആശുപത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ ഇപ്പോൾ ഒരു 6 പേർക്ക് ക്യാൻസറാണ്. അതിലൊരാൾ ചെറുപ്പക്കാരിയാണ്. അതുകൂടാതെ ഈ ഒരുപാട് പേർക്ക് ഈ സ്കിന്നിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടായി മനുഷ്യന് ജീവിക്കാൻ തന്നെ ഈ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പായലും മറ്റ് ഈ കുടിവെള്ളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. KCB ന്യൂസ്, പൊങ്ങ. കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൊട്ടേഷൻ കവർച്ചാ സംഘത്തിൽപ്പെട്ട 8 പേരെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കരവൂരിൽ ദമ്പതിമാരെ ആക്രമിച്ച് പണം തട്ടിയ കേസിലെയും കില്ലർ സുരേഷ് എന്ന ഗുണ്ടയെ വെട്ടി പരിക്കേൽപ്പിച്ച പ്രതികളുമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. ആര്യാട് പഞ്ചായത്ത് പുതുമന വീട്ടിൽ നന്ദു, ആലപ്പുഴ കൊറ്റംകുളങ്ങര ഹരികൃഷ്ണൻ, ആര്യാട് പഞ്ചായത്ത് 11ാം വാർഡ് വെള്ളാപ്പള്ളി കോളനിയിൽ സാജൻ, ബിനീഷ് എന്നിവരെയാണ് പിടികൂടിയത്. സാജനെ ചോദ്യം ചെയ്തപ്പോഴാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കില്ലർ സുരേഷിനെ വെട്ടി പരിക്കേൽപ്പിച്ചവരെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഈ കേസിലെ പ്രതികളായ 4 പേരെ അരൂക്കുറ്റിയിൽ നിന്നും പിടികൂടി. ആര്യാട് നോർത്ത് കോളനിയിൽ ജോബി, ഋഷഭം വീട്ടിൽ സുരേഷ്, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 14ാം വാർഡ് ആപ്പൂരുവെളിയിൽ അനീഷ്, മാരാരിക്കുളം തെക്ക് 20ാം വാർഡ് SS ഭവനിൽ സുഭാഷ് എന്നിവരാണ് പിടിയിലായത്. നന്ദു നെടുമുടിയിലെ ജയേഷ് വധക്കേസിലെയും കൊമാടിയിലെ റിഷാദ് വധക്കേസിലെയും പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് 8 പ്രതികളും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി KK ബാലചന്ദ്രന്റെ നിർദ്ദേശാനുസരണം ചേർത്തല DYSP KJ ബാബുകുമാർ, മാരാരിക്കുളം CI KN അജേഷ്, മണ്ണഞ്ചേരി SI VR ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ക്രൈം റേറ്റ് കൂടുതലുള്ള ഏരിയ, അതായത് ഇവിടെ 43 കോളനികളുണ്ട്. അപ്പം
ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കാൻ തന്നെ കാര്യം ഇവിടുത്തെ ഈ ക്രൈം റേറ്റ് കൂടുതലുണ്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ചേർത്തല DVSP ശ്രീ ബാബുകുമാർ സാറ്, മാലയക്കുളം ശ്രീ രാജേഷ് സാർ, ഇവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമിനെ ഇവിടെ രൂപീകരിച്ചത്. ഈ ടീമാണ് ഇവിടുത്തെ ഇവരെ അറസ്റ്റ് ചെയ്തത്. കുമരങ്കരി 1439 നമ്പർ NSS കരയോഗം പണികഴിപ്പിച്ച NSS ശതാബ്ദി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും ശതവാർഷിക സമ്മേളനവും ഞായറാഴ്ച നടന്നു. കുമരങ്കരി ദേവസ്വം ഹാളിൽ നടന്ന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജാതി വ്യവസ്ഥ അത്രത്തോളം കൊടികുത്തിയിരുന്ന കാലഘട്ടമായ 100 വർഷങ്ങൾ അവിടെയാണ് ഐക്യം ഇല്ലാതാക്കുന്നത്. ക്ഷേത്രപ്രവേശനത്തിലൂടെ ഈ രാജ്യത്തെ സഹോദര സംഘടനകൾക്ക് ശ്രീവാദത്തിന്റെ മുന്നിൽ നിന്ന് തൊഴുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത ശ്രീവാദത്വക്കാരാണ്. ഈ രാജ്യത്ത് ഞാൻ മുമ്പ് പറഞ്ഞപോലെ സമൂഹമൊട്ടാകെ പഠിക്കട്ടെ, വളരട്ടെ, ഉയരട്ടെ എന്ന കാഴ്ചപ്പാടെടുത്ത ശ്രീമാധവരാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം കേരളത്തിന്റെ പൊതുസ്വത്തായി മാറിയ ശ്രീമാധവരാണ്. 2 വർഷം വരെ മുമ്പ് അദ്ദേഹം നായർ സമുദായത്തിലായിരുന്നെങ്കിൽ ഈ ജന്മദിന പ്രഖ്യാപനത്തോടുകൂടി അദ്ദേഹം അനുസരണായിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസ്വത്തായി ശ്രീമാധവ പത്മനാഭൻ മാറിയ സാഹചര്യത്തിലാണ് ശതാബ്ദി ജ്ഞാനഘോഷം. NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ, N രാജശേഖരപിള്ള, അഡ്വക്കേറ്റ് സുദർശനകുമാർ, ശ്രീദേവി രാജു, അനിൽകുമാർ B, KK പരമേശ്വരൻ നായർ, CP മോഹൻദാസ്, അംബികാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. AC കോളനി, ദൈവപ്പറമ്പ്, മൂലയിൽ പുതുവേൽ, കോമങ്കേരിച്ചിറ എന്നീ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രക്ഷോഭത്തിലേക്ക്. പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ BJPയുടെ അടിയന്തര യോഗമാണ് ചേർന്നത്. BJP ജില്ലാ സെക്രട്ടറി ശൈലമ്മയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. അഡ്വക്കേറ്റ് സോണി, രാധാകൃഷ്ണൻ, വിപിൻ, സ്വരാജ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതിക്കാർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെ സോഷ്യൽ മാപ്പ് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും 1ാം വാർഡിൽ കാണും. 1ാം വാർഡ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വയ്ക്കാം ഈ പൈസ എന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പൊതുവായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 20 ലക്ഷം രൂപ ഈ വാർഡിലേക്ക് നമ്മൾ കുടിവെള്ള പദ്ധതിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. 13-14 ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. മാറ്റ പ്രോജക്ട് വന്നതിന് ശേഷം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു. DPCയുടെ അംഗീകാരം നമ്മൾ മേടിച്ചു. DPCയുടെ അംഗീകാരം വെച്ച് ഡെപ്പോസിറ്റ് വർക്കാണ്. ഈ ഡെപ്പോസിറ്റ് വർക്കിന് വേണ്ടി നമ്മൾ വാട്ടർ അതോറിറ്റിയിലെ ഈ 20 ലക്ഷം രൂപയും നമ്മൾ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വായ്പാട് പഞ്ചായത്ത് 20 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ അടച്ചു. പക്ഷെങ്കിൽ അതിന്റെ ഡെപ്പോസിറ്റ് കഴിഞ്ഞു, ടെൻഡർ കഴിഞ്ഞു, ഫോളോ അപ്പ് ചെയ്യണം. ഇനി ചരമവാർത്തകൾ. മങ്കൊമ്പ് ഉമാശ്ശേരിയിൽ ത്രേസ്യാമ്മ ജോസഫ് നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെറുകര 60-ൽ MP ദേവരാജൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ചെറുകര SNDP സ്കൂൾ മാനേജരുമാണ് പരേതൻ. ചമ്പക്കുളം വടക്കേ അമിച്ചകരി ഓണംപള്ളി വീട്ടിൽ വക്കച്ചൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10-ന് വടക്കേ അമിച്ചകരി സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ. കുന്നങ്കരി കൃഷ്ണസദനത്തിൽ വിനയഭൂഷണന്റെ ഭാര്യ പ്രിയ നിര്യാതയായി. 38 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെളിയനാട് 40-ൽ വീട്ടിൽ ദിവാകരൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. CPM ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാറിന്റെ പിതാവാണ് പരേതൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിത്തിരക്കായലിന് ശാപമോക്ഷം. കുട്ടനാട്ടിലെ കാർഷിക വികസനത്തിന് തുടക്കമിടുന്നതാണ് ചിത്തിരക്കായലിലെ കൃഷി ഇറക്കലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ.
ഇനി ഒരു ജീവനും റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തി അപകടങ്ങളിൽ ഇരയായവരുടെ ഓർമ്മ ദിനാചരണം നടന്നു. ഇനി ശരണം വിളിയുടെ നാളുകൾ. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട ഞായറാഴ്ച തുറന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.